എല്ലാവർക്കും എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ വളരെ വൈകിയാണ് നമ്മൾ എഴുന്നേറ്റത്. എഴുന്നേറ്റ് കഴിഞ്ഞിട്ടും ആകെ ഒരു അവിടെ ഇവിടെ ഇങ്ങനെ മടി പിടിച്ചിരിപ്പാണ് മൊത്തത്തിൽ. സാധാരണ വീട്ടമ്മമാർ പറയും കേട്ടോ, ശനി ഞായർ ദിവസങ്ങളിലൊക്കെ പിള്ളേർക്ക് സ്കൂളില്ല, ഹസ്ബൻഡിന് ജോലിയില്ല, പക്ഷെ നമ്മൾക്ക് മാത്രം ഒരവധിയില്ലാന്ന്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ നിങ്ങളാരെങ്കിലും? എന്തൊക്കെ ചിന്തിച്ചിട്ട് എന്താ കാര്യം, നമ്മുടെ പണി നമ്മൾ തന്നെ ചെയ്യണ്ടേ അല്ലേ? പാത്തു രാവിലെ തന്നെ ടി വിയുടെ മുമ്പിൽ ഇരിപ്പുണ്ട്, കാർട്ടൂണും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട്. പിള്ളേർക്ക് പിന്നെ അതൊക്കെയാണല്ലോ കാര്യം. എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പത്തിരി മുട്ടക്കറിയാണ്. കുറച്ച് പത്തിരിയാണ്ട് ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യലായിട്ട് പൊറോട്ടയും കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പൊറോട്ട നമുക്ക് ഇവിടെ ഫ്രോസനായിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അത് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സൺഡേ ആയതുകൊണ്ട് തന്നെ ഈ അവധി ദിവസങ്ങളിലൊക്കെ ഹസ്ബൻഡും എൻ്റെ കൂടെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ കയറാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കും പാചകങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പണിയൊന്നും എടുത്തില്ലെങ്കിലും അവധി ദിവസങ്ങളിൽ ഹസ്ബൻഡും മക്കളൊക്കെ നമ്മുടെ കൂടെ നിന്ന് എന്തെങ്കിലും കളിചിരികളും വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്കും പണികളൊക്കെ എടുക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. അത് കിച്ചണിലെ പണികൾ മാത്രമല്ല കേട്ടോ, വീടിൽ മൊത്തത്തിൽ പണികൾ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്കും ഒരു മടുപ്പൊന്നും തോന്നില്ല. സാറ്റർഡേ സൺഡേ നമുക്കും ഒരു അവധി പോലെയൊക്കെ നമുക്കും തോന്നും. എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോഴാണല്ലോ ഒരു കുടുംബത്തിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് വരുത്തിയതാണ് ആമസോണിൽ നിന്ന്. നമ്മളിവിടെ സാധാരണയായിട്ട് മിനറൽ വാട്ടറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ കമത്തി വെള്ളം എടുത്തിട്ടേ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ തോന്നി ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാമെന്ന്. ഇതാകുമ്പോൾ നമുക്കൊരു ബട്ടൺ ഞെക്കിയാൽ മതി, അതിങ്ങനെ വെള്ളം വരും. അത് കഴിയുമ്പോൾ നമുക്ക് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ വെള്ളം നിൽക്കും. ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ്. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇന്നിപ്പോൾ ഞാനൊരു സൺഡേ സ്പെഷ്യൽ പരിപാടിയിലേക്ക് കിടന്നേക്കാണ്. കുറച്ച് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് മസാല തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് അധികം ഉണ്ടായിരുന്നേ ചിക്കൻ. അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലോ, ഇട ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിത് 2 ടൈപ്പ് മസാലയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് നമ്മളൊരു നോർമൽ ടേസ്റ്റിലുള്ളൊരു ഗ്രില്ലാണ് ഉണ്ടാക്കണത്, പിന്നെ ഒന്ന് അഫ്ഗാനി മോഡലിൽ. അഫ്ഗാനി മോഡൽ എന്ന് പറഞ്ഞാൽ നട്ട്സൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള ടൈപ്പ്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ ഇവിടുത്തെ പിള്ളേർക്ക് ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്, എനിക്കും. അപ്പോൾ രാത്രിയൊക്കെ നമുക്ക് ഡിന്നറിന് വേണമെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ നമുക്ക് ഗ്രില്ല് ചെയ്യാം, അല്ലെങ്കിൽ അൽഫാമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മന്തിയായിട്ട് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശം വെച്ചാണ് ഞാൻ ഉണ്ടാക്കാറ്. എപ്പോഴൊന്നും ഉണ്ടാക്കില്ല കേട്ടോ, ചില അവസരങ്ങളിലൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ. പോരാത്തതിന് ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയും കൂടി പിടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൺഡേ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ മസാല തേച്ച് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ചിക്കൻ വാങ്ങിക്കാറ്. ഇങ്ങനെ വലിയ പീസായിട്ട് കിട്ടുമല്ലോ ചിക്കൻ്റെ. അപ്പോൾ അതിങ്ങനെ വാങ്ങിയിട്ട് നമുക്ക് ഇങ്ങനെ മസാലയൊക്കെ തേച്ച് ഇങ്ങനെ റെഡിയാക്കി ബോക്സിലാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പരിപാടി. പിന്നെ ചിക്കൻ മാത്രമല്ല കേട്ടോ, ചില അവസരങ്ങളിൽ ഞാൻ ബീഫിൻ്റെയും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ കൂടുതലും പിള്ളേർക്ക് ചിക്കനൊക്കെ ആണല്ലോ ഇഷ്ടം. ഞാൻ ഇന്നാൾ ബീഫ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് നമുക്ക് കടകളിലൊക്കെ കിട്ടുമെങ്കിലേ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പാകത്തിനായിട്ടുള്ള മോഡലിൽ കിട്ടണം. പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇന്നാൾ കാണിച്ചില്ലേ, അതേ ഒരു രീതിയിലായിട്ട്. പക്ഷെ പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടൊക്കെ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ കട്ട് ചെയ്ത് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ പീസുകൾ വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്യണത്. ഇപ്പോൾ ഈ ഒരു ചിക്കനും അങ്ങനെ തന്നെയാണല്ലോ, വലിയ പീസ് നോക്കിയിട്ട് വാങ്ങിയിട്ടാണ് നമ്മളത് മസാല തേക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ദിവസം എനിക്ക് ഷവായ ഉണ്ടാക്കണമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരിക്കണം. ഫുൾ ചിക്കനൊക്കെ എടുത്തിട്ട് എന്തായാലും ഞാൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ അതേ നമ്മുടെ 2 മോഡൽ ചിക്കൻ ഇവിടെ കവർ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഏകദേശം സന്ധ്യയൊക്കെ ആയിട്ടുണ്ട്. ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പുറത്ത് പോകാം ഡിന്നർ കഴിക്കാൻ. സമയം എത്രയായി? രാത്രി ഇരുട്ടായി. ഇപ്പോൾ ഇവിടെ നേരത്തെ ഒരു 6:30 ഇരുട്ടാവും. ഇന്നിപ്പോൾ ഇത്തിരി തണുപ്പ് കുറവുണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേ നല്ല തണുപ്പായിരിക്കും. ഇരുട്ടായി തുടങ്ങുന്നു. അയ്യോ അതൊക്കെ ആകാശം. ഡാർക്ക് ബ്ലൂ, അറ്റത്ത് ലൈറ്റ് ബ്ലൂ ഷൈൻ ടൈപ്പ്.
ഇതേപോലെ ഇങ്ങനെ നടക്കാനായിട്ട് വഴി എല്ലാ അപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇങ്ങനെ സൈഡിലായിട്ടുണ്ട്. നമുക്ക് അതിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കാം. കുറേ ഉണ്ട് നടക്കാൻ. ഫുള്ള് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ടേ ഏത് പാതിരാത്രിക്കായാലും അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഇവിടെ അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. കാറ്റ് ചെറുതായിട്ട്, വലിയ തണുപ്പൊന്നുമില്ല. ഇതേ കണ്ട, പിന്നെ കുറേ ഉണ്ട്. ഇതാണ് നമ്മുടെ പോസ്റ്റലൊക്കെ വരുന്ന ബോക്സ്. ഇങ്ങനെ ഓരോരുത്തരുടെ നമ്പർ ഉണ്ടാവില്ല. ഇവിടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏത് ഭാഗത്ത് എന്നാലും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെ ഇരിക്കണം. എല്ലാം ഒരേ മോഡലിലാണ്. ബിൽഡിംഗ് ആയാലും ആ ഗാർഡനും ആ നടവഴിയൊക്കെ ഒരേപോലെ തന്നെ ഇരിക്കണം. ഫുള്ള് ഫോട്ടോസ്റ്റാറ്റ് പോലെ ഇരിക്കും. നമുക്ക് ഏത് സൈഡിൽ ചെന്നാൽ ആകെ ഒരു കൺഫ്യൂഷൻ ആവുമെന്നേ. പിന്നെ ചില ബാൽക്കണിയിലൊക്കെ കണ്ടില്ലേ, ദീപാവലി ആയതുകൊണ്ട് തന്നെ മിക്കവരും ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചേക്കണം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്, ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ അങ്ങനെ പടക്കം പൊട്ടിക്കുക അങ്ങനെയൊന്നും പാടില്ല. പിന്നെ പോരാത്തതിന് നമ്മുടെ ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന്. അതേ എൻ്റെ ബാക്കിൽ കണ്ടില്ല, അവിടെയൊക്കെ ഇങ്ങനെ ബാൽക്കണിയിൽ ഇങ്ങനെ ഓരോ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. പക്ഷേ പോണ വഴിക്കാണ് നമ്മുടെ പ്ലാൻ ഒന്ന് ചെറുതായിട്ട് മാറ്റിയത്. ഇവിടെ ദീപാവലി പ്രമാണിച്ച് ഒരുപാട് ഇങ്ങനെ ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചാണ് നമ്മൾ പോണത്. അപ്പോൾ അവിടെ കുറേ ഇന്ത്യൻസിനെയൊക്കെ കാണാമല്ലോ. ഇന്ത്യൻസിനെ കാണാൻ ചിലപ്പോൾ ഇന്ത്യൻ ഫുഡുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് നമ്മളിപ്പോൾ അതേ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഫുള്ള് പോലീസാണ് കേട്ടോ, ഫുള്ള് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വന്നപ്പോഴത്തേനും വേറൊരു വൈബാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല അടിപൊളി ഹിന്ദി പാട്ടുകളൊക്കെയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഫുള്ള് ഇന്ത്യൻസാണ് കേട്ടോ. ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യൻസ്, ഗുജറാത്തികൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. മലയാളികളെയൊന്നും അങ്ങനെ കണ്ടില്ല. പിന്നെ അതേ ഇവിടെ ഫുള്ള് ഫുഡ് സ്റ്റോളുകളാണ്. എന്തൊരു തിരക്കാണെന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഇന്ത്യൻ ഫുഡുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഉത്സവപ്പറമ്പിലൊക്കെ ചെല്ലൂലേ, അതുമാത്രത്തെ ഒരു പ്രതീതിയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും. ഒരു ഭാഗത്തായിട്ട് അവിടെ സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ല അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ, ഇഷ്ടമാതിരി ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോഴത്തേനും ഒരുപാട് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ തീരുമാനിച്ചൊരു ഇതായിരുന്നു ഈ ഒരു ഇതിൽ പങ്കെടുക്കാമെന്നുള്ളത്. നമ്മുടെ നാട്ടിലൊരു ഫെസ്റ്റിവലല്ലേ, അപ്പോൾ അത് ഇങ്ങനെ ഒരു നമ്മുടെ അടുത്ത് ഇങ്ങനെ നടക്കണം എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് അറ്റൻഡ് ചെയ്യാം, എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ പോലും ഇല്ലാന്ന് തോന്നണ്ട ഇത്രയും രീതിയിൽ ഇവർ ആഘോഷിക്കണത്. ഇതിപ്പോൾ ഇതുമാതിരത്തെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ ഇവിടെ ന്യൂജേഴ്സി തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇതുമാതിരത്തെ ദീപാവലി ആഘോഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒരു സ്ഥലത്ത് മാത്രമുണ്ട് ഇപ്പോൾ നമ്മൾ വന്നേക്കണത്. നമ്മളങ്ങനെ കുറേ നേരം അങ്ങനെ നടന്നപ്പോഴാണ് നമുക്ക് ചാട്ടിൻ്റെ ഒരു സെക്ഷനിൽ വന്നേക്കണത്. ഇവിടെ ഒരുപാട് ടൈപ്പ് ചാട്ടുകൾ ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മളങ്ങനെ സമൂസ ചാട്ട് വാങ്ങി. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഏതെങ്കിലും ഒരു ഡിഷ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അതേ നമുക്കങ്ങനെ സമൂസ ചാട്ട് ആ ചേച്ചി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ ഫുഡൊക്കെ വാങ്ങിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് നമ്മളിത് വാങ്ങിയത്. ചാട്ട് മാത്രമല്ല കേട്ടോ, വേറെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പക്ഷേ പാനിപ്പൂരി വെച്ചിട്ട് അത് ഉണ്ടായിരുന്നില്ല. പാനിപ്പൂരിയൊക്കെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇഷ്ടംമാതിരി ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളിതേ സമൂസ ചാട്ട് കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേപോലത്തെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഫെസ്റ്റിവലിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ ഫയർ വർക്കാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. അപ്പം ഞങ്ങളും അങ്ങനെ തന്നെയാണ്, അത് കാണാമല്ലോ എന്ന് വിചാരിച്ചു. ഇവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഫയർ വർക്ക് ഉണ്ടാവും കേട്ടോ. മറ്റേ പടക്കം പൊട്ടിക്കൽ അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല, പക്ഷെ ഇത് കാണാനും നല്ലൊരു രസമാണല്ലോ.
ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് ഒരു ലേക്കിനോട് ചേർന്നിട്ടുള്ള ഒരു പാർക്കിലാണ്. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു പാർക്കും ഇതിൻ്റെ പരിസരവും ഒക്കെ കാണാം. പക്ഷെ നമുക്കിപ്പോൾ അതൊന്നും ആസ്വദിക്കാനുള്ളൊരു ടൈമൊന്നുമില്ലല്ലോ. ഇവിടെ ഫുള്ള് സ്റ്റോളുകളാണ്. സ്റ്റോളുകൾ എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ സ്റ്റോൾ മാത്രമല്ല കേട്ടോ. നമ്മൾ സാധാരണ ഈ ഉത്സവപ്പറമ്പിൽ എക്സിബിഷനൊക്കെ പോകുമ്പോൾ കാണാറില്ല. അതുമാതിരി തന്നെ ഡ്രസ്സുകൾ, ആഭരണങ്ങൾ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് കടകളൊക്കെ ഉണ്ട്. പിന്നെ ഈ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കുറേ കളിസാധനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അടിപൊളിയാണ്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പറ്റി. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതേ നോക്കിക്കണ്ടേ പാത്തൂന് കളിസാധനം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണ പോലത്തെയൊക്കെ തന്നെ ഇങ്ങനെ ഒരു മിന്നണ സാധനം ഉണ്ട്. എന്താണ് ഇതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കുറേ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കണ കണ്ടില്ലേ. പിള്ളേരെ കയ്യിലൊക്കെ ഉണ്ട് അങ്ങനത്തെ സാധനം. പ്രത്യേകിച്ച് രാത്രി ആകുമ്പോഴത്തേനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ പിടിക്കുമ്പോൾ നല്ല രസമാണല്ലോ കാണാൻ. ഇങ്ങനെ ഫുള്ള് കിടന്ന് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും അത്. അങ്ങനെ അതൊക്കെ വാങ്ങി. അപ്പോൾ ഫയർ വർക്ക് അങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടും ഉണ്ട് കുറേ ഡാൻസും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ കുറേ നേരമായി ഇപ്പോൾ അവിടെ വന്നിട്ടും. പിന്നെ മാത്രമല്ല അത് കുറേ നേരം കണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ ഇതൊക്കെ തന്നെയല്ലേ കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഇനിയും ആളുകളൊക്കെ കുറേ വരെയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഫയർ വർക്ക് ഇപ്പോൾ ഏകദേശം തീർന്ന മട്ടാണ്ടോ. ഇപ്പോൾ സ്റ്റേജ് പരിപാടികളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മളപ്പോൾ ഇങ്ങനെ ഈ സൈഡിലുള്ള സ്റ്റോളുകളൊക്കെ ഇങ്ങനെ കണ്ട് പോകണം. നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചുരിദാറുകളും ഗൗണുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനും നല്ല റേറ്റാണ്. റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്ര റേറ്റൊക്കെ വരും. പക്ഷേ നമുക്ക് നാട്ടിലെ വിലയായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് വിൽക്കുമ്പോൾ അതിൻ്റെ വിലയിലും വ്യത്യാസങ്ങളൊക്കെ വരും. എന്തായാലും നമ്മളതൊക്കെ കണ്ടു. നേരെ ഇനിയിപ്പോൾ പോവേണ്ടി ഡിന്നർ കഴിക്കണം. ഇനി ഒന്നാമത്തെ കേസ് നമുക്ക് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഡിന്നറൊക്കെ കിട്ടാനൊക്കെ പാടാണ്. ഇവിടേക്ക് ഒരു 9 മണി 9:30 കഴിഞ്ഞാൽ മിക്ക റെസ്റ്റോറൻറ്റുകളും ക്ലോസ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി നേരെ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെ ആയിട്ടുള്ളൊരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ ഇന്ന് ഡിന്നർ കഴിക്കാനായിട്ട് വന്നേക്കണത്. നമ്മൾ ഇതിനു മുമ്പ് 1-2 തവണയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഇത്തവണ വന്നിട്ട് ഒന്നും കൂടി വരികയാണല്ലോ. അപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഷാലിമാർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവരുടെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ട് കേട്ടോ ഇവിടെ. വലിയൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാലാണ് അറിയുക ഇത്രയും പാകിസ്ഥാനികളൊക്കെ ഈ ഒരു നാട്ടിലുണ്ടോ എന്ന് പോലും നമ്മൾ അതിശയിച്ചു പോകും. അല്ലെങ്കിൽ ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് പാകിസ്ഥാനി റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഈ കാണുന്ന കട കണ്ട അത് മലബാർ ഗോൾഡ് ഉണ്ടോ. അത് സൂം ചെയ്തിട്ട് അങ്ങോട്ട് ലൈറ്റ് ക്ലിയർ ആവണില്ല. അങ്ങനെ നമ്മളിത് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് കയറുന്നതാണ്. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ ഫസ്റ്റ് തന്നെ ഷവർമയാണ് ഓർഡർ ചെയ്തത്. ഇവിടുത്തെ ഷവർമ അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു നോർമൽ ടേസ്റ്റായിട്ടാണ് തോന്നിയത്. പിന്നെ മട്ടൻ റിബും ഇതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ഡിഷാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, രാത്രി ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടാണ് ഇത്തിരി തിരക്ക് കുറവ്. അല്ലെങ്കിൽ എപ്പോഴും നല്ല തിരക്കായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റിന് പ്രത്യേകത ഉണ്ട്, എപ്പോൾ വന്നാലും ഒരുപാട് ടൈപ്പ് സ്വീറ്റ്സ് ഉണ്ടാവും. ഇത് ദീപാവലി സ്പെഷ്യലൊന്നും അല്ല കേട്ടോ, അല്ലാതെയും ഉണ്ടാവും ഇവിടെ ഇങ്ങനെ സ്വീറ്റ്സുകൾ. ഇവിടെ വന്നു കഴിഞ്ഞാലേ നമ്മൾ ആകെ അങ്ങോട്ട് മയക്കി എടുത്ത് കളയും. കണ്ടു കഴിഞ്ഞിങ്ങനെ മാടി മാടി വിളിക്കണ പോലെ തോന്നും. അതുമാതിരത്തെ സ്വീറ്റ്സുകളാണ്.
നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മൾ പോയപ്പോൾ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെയാണ് കല്യാൺ ജ്വല്ലേഴ്സ്, മലബാർ ഗോൾഡ്, അത്തരം ജ്വല്ലറികളൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യയിലുള്ള ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചുറ്റുവട്ടം മൊത്തം ഒരു ഇന്ത്യൻസ് അടങ്ങുന്ന ഷോപ്പുകളൊക്കെയാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ വീടുകളും ഒക്കെ ഈ ഒരു ചുറ്റുവട്ടത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും വല്ല ഡ്രസ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ മതി. പിന്നെ ജോയാ ലൂക്കാസും ഉണ്ട് കേട്ടോ. അത് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടാണ്. ഈ ഒരു ഭാഗത്ത് ഉണ്ടോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. ഇനി ദീപാവലി വിശേഷങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവിടെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ദീപാവലി ആഘോഷങ്ങളൊക്കെ ഉള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫെസ്റ്റിന് പോയില്ലേ, അതുപോലെ തന്നെ ഒരുപാടുണ്ട് ഇവിടെ മുട്ടിനായിട്ട്. പിന്നെ മാത്രമല്ല നമ്മുടെയൊക്കെ നാട്ടിൽ വീടുകളിലൊക്കെ പടക്കം പൊട്ടിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ. അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് കേട്ടോ വീടുകളുടെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ തന്നെ ഫയർ വർക്കുകൾ, ഷോപ്പുകളുടെ ഫ്രണ്ടിൽ, അതൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ സാധിച്ചു. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന വീടുകൾ കണ്ടില്ലേ, ഇതൊക്കെ ദീപാവലി പ്രമാണിച്ചിട്ട് വീടുകളൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തേക്കണുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു യാത്രയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ദീപാവലി ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെയും സ്കൂളിനൊക്കെ ദീപാവലി ആയതുകൊണ്ട് തന്നെ ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ട് പിള്ളേർക്ക് ഒരു ദിവസത്തെ അവധിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ഫെസ്റ്റിവലിന് ഈ നാട്ടിൽ ഒരു അവധി കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമൊക്കെ തോന്നുന്നുണ്ടല്ലേ. അപ്പം നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ദീപാവലി ആയിട്ട് എല്ലാവരും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയോ? ഞാൻ എന്തായാലും ഉണ്ടാക്കില്ല കേട്ടോ. ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ മടി പിടിച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്.